അങ്ങനെയല്ല മോളെ. ഒന്ന് പോ അച്ഛാ. എനിക്ക് അച്ഛനോട് ദേഷ്യം വരുന്ന. എന്നോട് മിണ്ടണ്ട. ഞങ്ങൾക്ക് പിന്നെ വേറെ ആരാ മോളെ ഉള്ളത്? അതുകൊണ്ടാണല്ലോ എന്നെ കല്യാണം കഴിപ്പിച്ച് ഒഴിവാക്കിയത്. നീ സന്തോഷമായി ജീവിക്കുന്നത് കാണാനാ മോളെ ആഗ്രഹിച്ചത്. പക്ഷെ കാണാൻ വരില്ലല്ലേ? അത് പോട്ടെ, കഴിഞ്ഞ ഞായറാഴ്ച നിങ്ങൾ രണ്ടുപേരും ഫ്രീ എന്നല്ലേ പറഞ്ഞേ? എന്നിട്ട് എന്നെ അങ്ങോട്ട് വരാത്തെ? അന്ന് വരാനാ മോളെ തീരുമാനിച്ചിരുന്നത്. ഇടയ്ക്ക് ആ ലോയറിനെ കണ്ടു. ഏത് ലോയറാ അച്ഛാ? അത് മോൾക്ക് ഡിവോഴ്സ് ശരിയാക്കി തന്ന ആ ലോയറാ മോളെ. ഈ ആഴ്ച ഉറപ്പായി ഞാനും അമ്മയും വരും മോളെ. അച്ഛന് ഇന്ന് തന്നെ ഇങ്ങോട്ട് വന്നൂടെ? ജോലിയുണ്ട് മോളെ. പറ്റിയാൽ വൈകുന്നേരം ഞാനൊന്ന് വന്ന് കണ്ടിട്ട് പോകാം. ശരി അച്ഛാ, ഉറപ്പായിട്ട് അച്ഛൻ വരണേ. ശരി മോളെ. ഉണ്ണി സുഖമായിരിക്കുന്നു മോളെ? ഉണ്ണിക്ക് സുഖാണോ എനിക്ക് സുഖാണോ എന്നൊക്കെ ചോദിക്കാതെ അച്ഛൻ നേരിട്ട് വന്ന് കണ്ടിട്ട് പോയിക്കോ. ശരി മോളെ. ബൈ അച്ഛാ. അമ്മയെ അന്വേഷിച്ചെന്ന് പറയണേ. എന്നാ ഞാൻ വെക്കട്ടെ അച്ഛാ. ശരി മോളെ. ഞാൻ റെഡി ആയിട്ടാ. താഴെ കുട്ടികൾ വെയിറ്റ് ചെയ്യുവോ? വസുന്ധര, എന്താ ഏട്ടാ? എന്താ വല്ലാതിരിക്കുന്നെ? ഒന്നുമില്ല ഏട്ടാ. കുറച്ചു നേരം മുമ്പുണ്ട ഉത്സാഹമൊന്നും ഇപ്പൊ മുഖത്ത് കാണുന്നില്ലല്ലോ. അങ്ങനെയൊന്നും ഇല്ല ഏട്ടാ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ തുറന്നു പറയും. ഞാൻ പറഞ്ഞില്ലേ ഒന്നുമില്ലാന്ന്. കുട്ടികൾ വെയിറ്റ് ചെയ്തോണ്ടിരിക്കുക. വാ നമുക്ക് ഇറങ്ങാം. സൈലന്റ് ആയിട്ട് ഇരുന്നേ. അവര് കളിക്കട്ടെ, വിട്ടേക്ക്. എൻജോയ് ചെയ്യട്ടെ അവര്. അതിനെല്ലാം ഔട്ടിങ്ങിന് കൊണ്ടുവന്നേ. ഏട്ടൻ കൊള്ളാലോ. മിണ്ടാതിരിക്കുന്ന പറയുന്നതിന് പകരം അവരെ എൻകറേജ് ചെയ്യണോ? അച്ഛാ, ഐസ്ക്രീം ഉണ്ട്. നമുക്ക് ഐസ്ക്രീം കഴിച്ചാലോ? നിലാമലരെ നിലാമലരെ പ്രഭാകിരണൻ വരാറായി. നിലാമലരെ നിലാമലരെ
പ്രഭാകിരണൻ വരാറായി സുഗന്ധം മായല്ലേ മരന്തം തീരല്ലേ കേടാതെ നാളമേ നാളമേ ആടൂ നിലാമലരെ നിലാമലരെ പ്രഭാകിരണൻ വരാറായി വസുന്ധര, 3 കുട്ടികളോടൊപ്പം പുറത്തു വന്നെന്ന് ഞാൻ വിചാരിച്ചത്. പക്ഷെ ഇപ്പൊ എനിക്ക് തോന്നുന്നത് 4 കുട്ടികളുണ്ടെന്നാ. 4 കുട്ടികളോ? ഉം. 4ാമത്തെ പയ്യനാരാ? 4ാമത്തെ പയ്യനല്ല, പെൺകുട്ടിയാ. അതാരാ പെൺകുട്ടി? താൻ തന്നെ. ഒരു ജലകണം പകരുമോ ഒരു നറുമൊഴി അതുമതി ഈരൻ കാറ്റിൽ പാറി ജീവോന്മാദം ചൂടി ഒരു പൂവിതളെ നിലാമലരെ നിലാമലരെ അനു ഇങ്ങോട്ട് നോക്ക്. അച്ഛാ നല്ല വിശക്കുന്നുണ്ട്. അതെ അച്ഛാ, ഞങ്ങൾക്ക് ഉടനെ ലഞ്ച് കഴിക്കണം. നല്ല ഫുഡ് കഴിക്കാം അച്ഛാ. തനിക്ക് വിശക്കുന്നില്ലേ? ഞാനൊരു ചെറിയ കുട്ടിയൊന്നും അല്ല, വലിയ പെണ്ണ. ഓ അങ്ങനെയാണോ? സത്യം? എന്നെ കളിയാക്കാൻ വേണ്ടിട്ട് എപ്പോഴും ഏട്ടൻ റെഡി ആയിട്ടങ്ങ് ഇരിക്കുക. അടി വെണ്ണേ വെണ്ണേ പുതുചേല കട്ടി പൂമാല ചൂടി മണമേടെ ഏറിവാ മഴനീரை போல பொழிந்தாய வெக்கம் ஒரு மேளம் கேட்க உன் கல்யாண விழா தங்க தாமரை கொண்டாலி உனக்கு அழகு ராசாத்தி கண்ணே கண்ணி பொண்ணு நீ பார்க்காத பரிசு இன்று கல்யாண ராவு நாளை எந்தாட்டே நேரமீ நேரம் மேளமாக்காமெடோ அடி கொஞ்சம் கொஞ்சம் எடு தஞ்சம் பஞ்சம் தலைமேலே தூக்க இது மாங்கல்ய கல்லா மழை வெள்ளம் போல ஒரு பெண்ணும் வந்த திருமுന്നിൽ നിന്ന് കുഴലമ്പോ പോട് നീ ഉണ്ണി, അനു, കീർത്തി, നിങ്ങൾക്ക് എന്താ വേണമെന്ന് വെച്ചാൽ പറഞ്ഞോ, ഞാൻ ഓർഡർ ചെയ്യാം. വസുന്ധര, തനിക്ക് എന്ത് വേണമെന്ന് വെച്ചാൽ അത് താൻ തന്നെ ഓർഡർ ചെയ്തോ. ഏട്ടൻ തന്നെ പറഞ്ഞാ മതി. അമ്മയ്ക്ക് ഓർഡർ ചെയ്യാനൊന്നും അറിയില്ല അച്ഛാ. അങ്ങനെയോ? വസുന്ധര, മെനു നോക്കി താൻ ഓർഡർ ചെയ്യില്ലേ? ഏട്ടൻ എന്നെ കണ്ടിട്ട് കളിയാക്കാൻ തോന്നുവാണോ? പുറത്തു കൊണ്ടുവന്നിട്ട് എന്നെ റാഗ് ചെയ്യുന്ന പോലെയുണ്ട്. ഇനി ഞാൻ ഏട്ടൻ്റെ കൂടെ പുറത്തു വരില്ല. കൂൾ വസുന്ധര, നമ്മൾ മാത്രമല്ലേ ഉള്ളൂ. ഉണ്ണിക്ക് കളിയാക്കാനായി എന്തെങ്കിലും കിട്ടാൻ കാത്തിരിക്കുക. ഞാൻ എപ്പോഴും അമ്മയുടെ സൈഡിലാ. ഞാൻ അച്ഛന്റെ കൂടെയാ. പിന്നെ നീ ആരുടെ സൈഡാണെന്ന് പറയേണ്ട ആവശ്യമില്ല. ഞാൻ അമ്മയുടെ സൈഡാ. അമ്മ വെറുതെ അഭിനയിക്കാതടാ.
തവളെ പോലെ അവിടെ എവിടെയും ചാടി ചാടി നടക്കും. ഞാൻ തവളയാണെങ്കിൽ പിന്നെ അമ്മ ആരാ? മതില് ചാടുന്ന കുതിരയോ അതോ ചുമരിലൊട്ടുന്ന പല്ലിയോ? ഒരൊറ്റ ഒരെണ്ണം തന്നാലുണ്ടല്ലോ നീ ചമ്മന്തിയായി പോവും. ഈ ലോയർ എന്താ ഇവിടെ വന്നേക്കുന്നേ? ഈ പെണ്ണിനെ എവിടെയോ കണ്ട പോലെ ഉണ്ടല്ലോ. എവിടെയായിരിക്കും കണ്ടത്? ഈ റെസ്റ്റോറന്റിലേക്ക് കയറേണ്ട ആവശ്യമില്ലായിരുന്നു. പെട്ടെന്ന് ഇവിടെ നിന്ന് ഇറങ്ങുന്നതാ നല്ലത്. ഒന്നുമില്ല ഏട്ടാ. എന്താ പെട്ടെന്ന് താൻ മൂഡ് ഓഫ് ആയത്? അങ്ങനെയൊന്നുമില്ല ഏട്ടാ. ഇല്ല അമ്മ, അമ്മയുടെ മുഖം ഡള്ളായിട്ടായിരിക്കുന്നേ. അമ്മ പല്ലിയും കുതിരയെന്നൊക്കെ പറഞ്ഞ് കളിയാക്കിയതിന് അമ്മയ്ക്ക് നല്ല ഫീൽ ആയോ? സോറി അമ്മ. അതൊന്നും അല്ല ഉണ്ണി. അനു അച്ഛന്റെ സൈഡ് ആയതുകൊണ്ട് അമ്മയ്ക്കത് വിഷമമായോ? അനു, നീയും ഞങ്ങളുടെ സൈഡാണെന്ന് പറയേ. ഇല്ല, ഞാൻ അച്ഛന്റെ സൈഡാ. അതൊന്നും എനിക്ക് ഫീൽ ആയിട്ടില്ല. പിന്നെ എന്താ ഇങ്ങനെ ആലോചിക്കുന്നത്? ഞാനൊന്നും ആലോചിച്ചില്ലല്ലോ. ഫുഡ് വന്നു, പെട്ടെന്ന് കഴിച്ചിട്ട് ഇവിടെ നിന്ന് ഇറങ്ങാം. എന്തിനാ ധൃതി പിടിക്കുന്നത്? സമാധാനമായിട്ട് കഴിച്ചിട്ട് പോ.
എന്താ ഇങ്ങനെ പെട്ടെന്ന് എടുത്ത് കഴിക്കുന്ന? അതൊക്കെ കഴിക്കുന്നേ. എന്തു പറ്റി അമ്മ? ഒന്നുമില്ല ഉണ്ണി. അയാൾ ഇങ്ങോട്ട് തന്നെ നോക്കുന്നേ. ഡിവോഴ്സിനെ പറ്റി എന്തെങ്കിലും പറയൂ എന്തോ. ഏട്ടൻ അറിഞ്ഞ പിന്നെ എന്താ സംഭവിക്കുക? വസുന്ധര, എന്തു പറ്റി? എനിക്ക് മതി ഏട്ടാ. ഹാൻഡ് വാഷ് ചെയ്തിട്ട് വരാം. എന്തോടെ താനിങ്ങനെ? ഇനി ഒരുപാട് ഐറ്റംസ് ഓർഡർ ചെയ്തിരിക്കുക. താനാണെങ്കിൽ ഒന്നും കഴിച്ചുമില്ല. ആഹാ, എന്താന്നറിയില്ല, വയറ് നിറഞ്ഞേട്ടാ. സുഖമായിരിക്കുന്നു മോളെ? താങ്കൾ? ഞാൻ തന്നെയാ. നിനക്ക് ഡിവോഴ്സ് വാങ്ങി തന്ന ലോയർ. എന്താ മറന്നുപോയോ? ഓ, നിങ്ങളോ? സുഖാണോ സാറിന്? ആ, സുഖാണ് മോളെ. ഈ ഇടയ്ക്ക് നിന്റെ അമ്മാവനെ കണ്ടിരുന്നു. നിന്റെ 2ാം കല്യാണം കഴിഞ്ഞു എന്നറിഞ്ഞു. അതാണോ നിന്റെ ആള്? കാണാൻ നല്ല സുന്ദരനാണല്ലോ മോളെ. നിന്റെ അമ്മാവനും അമ്മായിയും ആ തെമ്മാടിയിൽ നിന്ന് നിനക്ക് വിവാഹമോചനം വാങ്ങി തന്നത് എന്തായാലും നല്ല കാര്യം മോളെ. നിനക്ക് മറ്റൊരു കല്യാണം നടത്തി നിനക്ക് നല്ലൊരു ജീവിതം അവർ തന്നത്. ആ മോനും കുട്ടികളും പിന്നെ നീയും എല്ലാരും നല്ല ഹാപ്പി ആയിട്ടുള്ള നല്ലൊരു കുടുംബമാണല്ലോ മോളെ. നിന്നെ ഇങ്ങനെ കണ്ടതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് മോളെ. പോകാമോ സാർ? ആ, നമുക്ക് പോവാം. എന്നാ ഇറങ്ങട്ടെ മോളെ. ആരാ വസ്ത്ര ഇത്? അത് കണ്ടിട്ട് അഡ്വക്കേറ്റ് ആണെന്ന് തോന്നുന്നു. അതെ ഏട്ടാ. അച്ഛന് പരിചയമുള്ള ഒരു ലോയറാ. ഓ, ആ വസുന്ധര, ഞങ്ങളെ ഫുഡ് നന്നായിട്ട് എൻജോയ് ചെയ്തു. താനാ ഫുഡ് ശരിക്കും കഴിക്കാത്ത. കുഴപ്പമില്ല ഏട്ടാ, നമുക്ക് പോവാം. കാർത്തിക, ആരെ നോക്കടി? നീ തന്നെ അങ്ങ് നോക്കിയാ മതി. ആ വലിയേട്ടാ, ഞാൻ ഇറങ്ങാൻ പോവാ. ഒരു 10-15 മിനിറ്റിനുള്ളിൽ അങ്ങെത്തും. ഓക്കെ ഏട്ടാ, ബൈ. നീ എന്തിനാണ് ഇപ്പൊ ദേഷ്യപ്പെടുന്നേ? ദേഷ്യപ്പെടാതെ നീ ചെയ്യുന്ന കാര്യങ്ങൾക്ക് ഞാൻ തുള്ളിച്ചേടണോ? ഞാൻ എന്ത് ചെയ്തിട്ടാടി? നീ ഇപ്പോ എന്ത് ചെയ്തോണ്ടിരിക്കയാണ്? ഞാൻ ഓഫീസിലേക്ക് പോവാ. എന്തിന്? എന്തിനാണെന്നോ? അവിടെ ഈവൻ വർക്സ് ഇല്ലേ? അത് നീ തന്നെ ചെയ്യണോ? അബേട്ടനും ബസ്സും എടുത്തും കൂടി കുട്ടികളെയും കൊണ്ട് പുറത്തു പോയിരിക്കുക. എന്നോട് ഓഫീസിൽ പോയി ഈവനിന്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ അബേട്ടൻ പറഞ്ഞു. കേട്ടോ ആന്റി, കേട്ടോ ആന്റി, അവരൊക്കെ ജോലിയായിട്ട് പുറത്ത് കറങ്ങാൻ പോവും. നീ ആണെങ്കിൽ ജോലിക്ക് പോവും, ഞാനാണെങ്കിൽ ഒരു പണിയില്ലാതെ വീട്ടിലിരിക്കണം. എന്താടി ഇപ്പൊ നിന്റെ പ്രോബ്ലം? വീട്ടിൽ ഇരുന്നാ പറയും ജോലിക്ക് പോകുന്നില്ലാന്ന്. ജോലിക്ക് പോവെന്ന് വെച്ചാ വേറെന്തെങ്കിലുമൊക്കെ പറയും. നിന്റെ മനസ്സിൽ എന്താന്ന് വെച്ചാ പറയേ. അബിയേട്ടന്റെ നമ്മുടെയും കല്യാണം ഒരുമിച്ചല്ലേ കഴിഞ്ഞേ? കല്യാണം കഴിഞ്ഞ അന്ന് മുതൽ വീട്ടിൽ തന്നെയല്ലേ. ഒരു ഹണിമൂണും ഇല്ല, ഒരു ഔട്ടിങ്ങിനും പോയില്ല. ഒരു തവണയെങ്കിലും റെസ്റ്റോറന്റിലോ പാർക്കിലോ തിയേറ്ററിലോ കൊണ്ടുപോയിട്ടുണ്ടോ? ഇല്ലല്ലോ. അല്ലടാ,
അവൾക്കും ചെറിയ ചെറിയ ആഗ്രഹങ്ങളൊക്കെ കാണില്ലേ? കുറച്ച് പ്രായമായെങ്കിലും ഭർത്താവില്ലാത്ത എനിക്കും പുറത്ത് കറങ്ങാൻ പോകണമെന്നൊക്കെ തോന്നും. ഇവക്ക് അത്ര പ്രായമൊന്നുമില്ല, ഇപ്പൊ കല്യാണം കഴിഞ്ഞല്ലേ ഉള്ളൂ. നിന്റെ കൂടെ പുറത്തൊക്കെ പോയി കൊഞ്ചി കൊഴയാന്ന് ഇവക്ക് ആഗ്രഹം കാണില്ലേ? അതെന്തായാലും ഞാൻ ഫ്രീ ആവുന്ന സമയത്ത് പറയണം, അല്ലാതെ ഓഫീസിൽ പോകുമ്പോഴല്ല പറയേണ്ടത്.